അയ്യോ പൊന്നു വണ്ടി നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? ഒരാണ്ടുവലിൻ്റെ ആവശ്യത്തിന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് തിരുനെല്ലി പോവാണ്. കൂടുതൽ കണ്ണനും പിന്തേച്ചിയുണ്ട്. ഉണ്ണി ചെറുപ്പനായിരുന്നു കയറി. ചെറുപ്പത്തിനുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ നേരെ വിട്ടു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഈ പള്ളീൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല, ആരും പറഞ്ഞു തന്നില്ല. ഇപ്പോഴും ഞങ്ങൾക്കത് അറിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ വയനാട്ടിൽ ചുരമൊക്കെ കയറി ചുരത്തിൻ്റെ മുകളിലുള്ള ഈ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങി ഒരുവിധം ചുരമൊക്കെ കയറി കഴിഞ്ഞ് പിന്നെ വഴി മുഴുവൻ വാള് വെച്ചാളാന്നുള്ളൊരു കരാറ് ഞാൻ ഏറ്റെടുത്തതിനെ കൊണ്ട് എങ്ങനെ നാട്ടിൽ നിന്ന് അവിടെ എത്തി എന്നുള്ളത് കറക്റ്റ് ഒരു എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ അവിടുന്ന് കുറേ ദൂരം പോയി വള്ളിയൂർക്കാവ് അമ്പലത്തിൻ്റെ ഒക്കെ അടുത്തെത്താനാകുമ്പോൾ ഞങ്ങൾ ഒരു വയലേരിയൊക്കെ കണ്ട് അവിടെ കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി കുറച്ച് നേരമൊക്കെ അവിടെ നിന്നതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് എത്തിയത്. വള്ളിയൂർക്കാവ് നിന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ടായിരുന്നു, കാരണം സന്ധ്യ ആയിട്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ. അമ്പലത്തിൽ അങ്ങനെ അധികം ആളൊന്നും ഇല്ലായിരുന്നു. നല്ലൊരു നമ്പൂരിയാണ് അവിടുത്തെ. ഞങ്ങളത് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞത്. പിന്നെ ഉള്ളിലേക്ക് ഫോണൊന്നും അല്ല അവിടെ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫോണ് അവിടെ ഉള്ളിലേക്ക് ഫോണൊന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അന്ന് തിരുനെല്ലിയിലേക്ക് ഒരൊറ്റ പോക്കായിരുന്നു. ഈ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും വേഗം എത്തണം എന്നായതുകൊണ്ട് വഴി ഇങ്ങനെ തെറ്റിയിട്ടാണോന്ന് അറിയില്ല, ഞങ്ങൾക്ക് അധികം ഫോറസ്റ്റ് ഒന്നും കിടക്കേണ്ടിയിരുന്നില്ല. ഞങ്ങൾ വേഗം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആടെ എത്തി ഈ റൂം ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഈ മൂപ്പരെ കാണുന്നത്. മൂപ്പരെ കണ്ടാൽ അറിയാമെന്നല്ല, അത് സത്യം പറഞ്ഞിട്ടുണ്ടേ മൂപ്പരെ പേര് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? പിന്നെ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് തൊട്ടപ്പം തന്നെ റൂമൊക്കെ എടുത്ത് പിറ്റേന്ന് രാവിലെ ബലിയിടാനുള്ളവരൊക്കെ നേരത്തെ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ബലിയിടാനൊന്നും ഇല്ലാത്തവരുണ്ട്. ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് പിന്നെ നേരെ കുട്ടേട്ടൻ്റെ ചായക്കടയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. തലേന്ന് രാത്രി ഞങ്ങൾക്ക് ഫോറസ്റ്റ് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിറ്റേന്ന് ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തിട്ടാണ് പോയത്. ഇപ്പം പോണ വഴിക്ക് ഈ തേൻ്റെ സൊസൈറ്റിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ പൂട്ടിയിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കയറിയിട്ട് തേൻ വാങ്ങാനൊന്നും പറ്റിയില്ല. അങ്ങനെ കുട്ടേട്ടൻ്റെ ചായക്കടയിലെത്തി. അവിടെ ഈ ഉണ്ണിയപ്പം ഒക്കെ ഭയങ്കര സ്പെഷ്യലാണല്ലോ, അതൊക്കെ വാങ്ങി ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഡാൻസ് റീലൊക്കെ എടുത്തേരെയാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നെ അവിടെ തന്നെ നല്ലൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ ഞങ്ങൾ 1-2 റീലൊക്കെ എടുത്തു. വരുന്ന വഴിക്ക് ഞങ്ങൾ കണ്ണൻ്റെ മാമൻ്റെ വീട്ടിലും പിന്നെ അടുത്തുള്ള ഒരു അഡ്വഞ്ചർ പാർക്കിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലോങ് വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.